പാലൊളി വിതറുന്നേ, തിളങ്ങും പാൽച്ചിരി വിരിയുന്നേ, ഇനിയോരോ പൂവും പുഞ്ചിരി തൂകും നേരമായി മണ്ണേ. കിളിയേ കിളിയേ ചിറകുകൾ നീർത്തിരി ശിവാവാ, നാടിൻ നന്മകൾ പാടിയുണർത്താൻ നേരിൻ ചൊടിയോടെ കേറിവാ പടിവാതിൽ. നടക്കുമ്പോൾ നിന്റെ കാലിടറുകയില്ല, ഓടുമ്പോൾ വീഴുകയുമില്ല. എന്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. സച്ചിദാനന്ദ സ്വരൂപനായ ത്രിയേക ദൈവമേ, ഇന്ന് ഈ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ അങ്ങയുടെ തിരുസന്നിധിയിൽ കൃതജ്ഞതാ നിർഭരമായ മനസ്സോടെ ഞങ്ങൾ ഒന്നു ചേർന്നിരിക്കുകയാണ്. ഇന്നേ ദിവസം ഈ വിദ്യാലയ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും പ്രത്യേകമായി ഈ ദിനം കൂടുതൽ ധന്യമാക്കുവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സി പ്രസാദ് സാറിനെയും ബഹുമാനപ്പെട്ട SI ജീജ മേഡത്തിനെയും PTA പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണൻ സാറിനെയും ദൈവ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. ആവശ്യമായ ദൈവാനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. അതോടൊപ്പം ഈ വിദ്യാലയത്തെ സത്യത്തിൻ്റെയും അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും സേവനപാതയിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റോസ്മിൻ വർഗീസിനെയും ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റർ ആൽഫിൻ ജോസിനെയും എല്ലാ സിസ്റ്റേഴ്സിനെയും ദൈവത്തിനു മുൻപിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ഈ സമയം ഇവിടെ ആയിരിക്കുന്ന ഓരോ അധ്യാപകരെയും അനുഗ്രഹിക്കണമേ. കുട്ടികളുടെ ജീവിതത്തിൽ പ്രകാശമേകുന്ന ദീപങ്ങളായി തുടരുവാൻ അവരെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. പ്രപഞ്ച സൃഷ്ടാവിൻ നാമം അത്യുന്നതൻ മഹോന്നതൻ, സൃഷ്ടിജാലവൃന്ദങ്ങളെ പാടൂ കർത്താവിൻ സങ്കീർത്തനം. ഓ കർത്താവിൻ സങ്കീർത്തനം. ആകാശത്തിൻ മന്ദിരത്തിൽ രക്ഷകന യേശുവേ.
സാന്നിധ്യമായി മറിയാമിനെ Do not be afraid or discouraged, for the Lord your God is with you wherever you go. Joshua chapter 1 verse 9. A pleasant good morning to you all. Morning, staff. Good. How are you? Are you enjoying the vacation? Now you get enough energy and enthusiasm, isn't it? Listen properly. Distinguished Chief Guest Sri C. Prasad, President Grama Panchayat Vadakkanjeri, Sri ASI Jeeja Madam, Police Station Vadakkanjeri, Sri Balakrishnan, PTA President, Reverend Sister Superior Renjida, Reverend Sisters, Sister Alfinjo, parents, teachers, non-teaching staff, and my dear students. I warmly welcome you all to the reopening of our school and the beginning of a new academic year. I would like to extend hearty welcome to Sri C. Prasad Sir, our Panchayat President, who is always willing to give us a great support for the upliftment of our school. Hearty welcome, sir. A warm welcome to Sri Jeeja Madam, ASI Vadakkanjeri. Now I give a hearty welcome to Madam here. A warm welcome to Sri Balakrishnan Yamam, our PTA President, whose guidance and support have been instrumental in shaping our school vision. Hearty welcome, sir. Today marks not just the opening of our school gate, but the opening of a new opportunities, new dreams, and new possibilities. Each academic year is a fresh and chapter waiting to be written with hard work, determination, and success. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏതാനും ദിവസം മുൻപ് വായിച്ച ഒരു ശില്പിയുടെ കഥ ഞാൻ ഓർത്തു പോവുകയാണ്.
ഒരിക്കൽ ഒരു കല്ല് വഴിയരികിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആളുകൾ അതിനെ സാധാരണ കല്ലായി മാത്രം കണ്ടു. എന്നാൽ ഒരു ശില്പി അതിൽ ഒരു മനോഹരമായ പ്രതിമയെ കണ്ടു. അദ്ദേഹം ക്ഷമയോടെയും കരുതലോടെയും അതിനെ രൂപപ്പെടുത്തി. കാലക്രമേണ ആ കല്ല് എല്ലാവരും ആദരിക്കുന്ന ഒരു മനോഹരമായ ശില്പമായി മാറി. ഈ കഥ നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. ഓരോ കുട്ടിയുടെയും ഉള്ളിൽ അനന്തമായ കഴിവുകളും സ്വപ്നങ്ങളും സാധ്യതകളും ഒളിഞ്ഞിരിക്കുന്നത്. അവ കണ്ടെത്തി പരിപോഷിപ്പിക്കുന്ന ഇടമാണ് വിദ്യാലയം. അധ്യാപകരുടെ സ്നേഹവും മാർഗനിർദ്ദേശവും രക്ഷിതാക്കളുടെ പിന്തുണയും ചേർന്നാൽ ഓരോ കുട്ടിക്കും തൻ്റെ കഴിവുകൾ പൂവണിയിക്കാൻ കഴിയും. ഇന്ന് നമ്മുടെ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇതൊരു പുതിയ ലോകമാണ്. പുതിയ കൂട്ടുകാർ, പുതിയ അധ്യാപകർ, പുതിയ അനുഭവങ്ങൾ, പുതിയ അനുഭവങ്ങൾ. ഈ പുതിയ യാത്രയിൽ അവർ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അവരുടെ കൈപിടിച്ച് നടത്താൻ വലിയൊരു കുടുംബമുണ്ട്, ചെറുപുഷ്പം കുടുംബം. ഈ പ്രവേശനോത്സവം ഒരു ചടങ്ങ് മാത്രമല്ല, അത് പ്രതീക്ഷയുടെ ഉത്സവമാണ്. ഓരോ കുഞ്ഞിൻ്റെയും സ്വപ്നങ്ങൾക്ക് നിറം പകരുന്ന ദിനമാണ്. അറിവിനൊപ്പം കുഞ്ഞുങ്ങളും, മത്സരത്തിനൊപ്പം സഹകരണവും, വിജയത്തിനൊപ്പം മാനവികതയും പഠിപ്പിക്കുന്ന ഒരു വർഷത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുക. ഈ മനോഹരമായ ചടങ്ങിൽ പങ്കുചേരാനെത്തിയ എല്ലാ വിശിഷ്ടാതിഥികൾക്കും, രക്ഷിതാക്കൾക്കും, അധ്യാപകർക്കും, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദമായ സ്വാഗതം ഒരിക്കൽ കൂടി നേരുന്നു. ഓരോ കുട്ടിയും ഒരു അത്ഭുതമാണ്. ആ അത്ഭുതം വിരിയാൻ അവസരം നൽകുന്നതാണ് ഈ വിദ്യാഭ്യാസം. ഈ ആശയത്തോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രകാശം നിറയ്ക്കുന്ന ചൈതന്യമേ, സ്നേഹപ്രവാഹം ഒഴുക്കുന്ന കാരുണ്യമേ, നിത്യപ്രകാശം നിറയ്ക്കുന്ന ചൈതന്യമേ, സ്നേഹപ്രവാഹം ഒഴുക്കുന്ന കാരുണ്യമേ, നീ തന്നെ ഗീതം, നീ തന്നെ മാർഗം, നീ തന്നെ സർവേശ്വരൻ, അഖിലേശ്വരാനും ശരണം മഹേശ, ജഗദീശ പാദം ശരണം ദയാളം, സകലേശ വദനം ശരണം മഹാത്മ, നീ തന്നെ സർവേശ്വരൻ, നീ തന്നെ സർവേശ്വരൻ, നിത്യപ്രകാശം നിറയ്ക്കുന്ന ചൈതന്യമേ, സ്നേഹപ്രവാഹം ഒഴുക്കുന്ന കാരുണ്യമേ, നിത്യപ്രകാശം നിറയ്ക്കുന്ന ചൈതന്യമേ, സ്നേഹപ്രവാഹം ഒഴുക്കുന്ന കാരുണ്യമേ. വിദ്യാലയത്തിന്റെ എച്ച്എം റോസ്മിൻ വർഗീസ് സിസ്റ്റർ, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്തും ഈ വിദ്യാലയത്തിൻ്റെ PTA പ്രസിദ്ധമായ ശ്രീ ആശാൻ സർ, നിങ്ങളോട് ഈ കൊച്ചുമക്കളെ ഇന്നത്തെ ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന വടക്കഞ്ചേരി പോലീസിലെ ASI മേഡത്തിനും, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള സിസ്റ്റേഴ്സ്, അധ്യാപകർ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അതിലേറെ ആദ്യാക്ഷരത്തിൻ്റെ അറിവിൻ്റെ വലിയൊരു ലോകത്തിലേക്ക് ആദ്യമായി കാൽവെച്ച് ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്തേക്ക് കടന്നു വന്ന എൻ്റെ മുന്നിലിരിക്കുന്ന അവരുടെ മുഖത്ത് വലിയ ആശങ്കകളുണ്ട്, പ്രതീക്ഷകളുണ്ട്. അതിലേറെ ഒരു വലിയൊരു ലോകത്തേക്ക് കടന്നു വന്നതിൻ്റെ ഒരു അമ്പരപ്പ്
അവരുടെ എല്ലാം മുഖത്തുണ്ട്. നമുക്കറിയാം, അക്ഷരമെന്ന ഈ വലിയ ലോകത്തേക്ക് അക്ഷരാഭ്യാസം മാത്രമല്ല, അതിലറിവ് എന്നത് കാരുണ്യമാണ്, സ്നേഹമാണ്, പരസ്പര വിശ്വാസമാണ്. അങ്ങനെ പല തലങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് കൃത്യമായി മാർഗനിർദ്ദേശം നൽകി നിങ്ങളോടൊപ്പം നടന്നു നീങ്ങുന്ന, കാലങ്ങളോളം വടക്കഞ്ചേരിയുടെ അഭിമാനമായി നിലകൊള്ളുന്ന ഈ ചെറുപുഷ്പം ഇംഗ്ലീഷ് മീഡിയം LP സ്കൂളിലേക്കാണ് നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സുദിനത്തിൽ, ഈ സന്തോഷവേളയിൽ എന്നെ ഇവിടെ ക്ഷണിച്ച ഈ വിദ്യാലയത്തിൻ്റെ HM, ഇവിടുത്തെ ടീച്ചേഴ്സ്, ഇതിൻ്റെ ഭാരവാഹികളോട് എൻ്റെ അഗീതവുമായ നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ലോകം എന്ന് പറയുന്നത് വ്യത്യസ്തമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലഘട്ടം. നമുക്കറിയാം, നമ്മുടെ രക്ഷിതാക്കൾ എല്ലാവരും ഇവിടെയുണ്ട്. ജനിച്ചു വീഴുന്നത് മുതൽ കുട്ടികൾക്ക് നമ്മൾ കയ്യിൽ കൊടുക്കുന്ന, പണ്ട് അമ്പലമാവനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് ഭക്ഷണം വാരി കൊടുത്തിരുന്ന കാലഘട്ടങ്ങളിൽ ഇന്ന് അമ്പലമാവനില്ല, അത് മൊബൈലിലാണ്. ഈ മൊബൈൽ ഫോണിലൂടെ അവർക്ക് അതിലേക്ക് ആകർഷിക്കുകയും നമ്മളെല്ലാവരും സാധാരണഗതിയിൽ കുട്ടികൾക്ക് കുറച്ചു നേരത്തേക്ക് അവർ ഒതുങ്ങിയിരിക്കാൻ, അവരെ ശാന്തരാക്കുവാൻ നമ്മൾ ഈ മൊബൈലാണ് ഉപയോഗിക്കുക. കുറെ കഴിയുമ്പോൾ മൊബൈൽ അവർക്ക് പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഉപകരണമാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് മൊബൈൽ ഒട്ടേറെ ഉപകരിക്കുന്നുണ്ടെങ്കിലും അതിലേറെ മറ്റൊരു വശത്തിലേക്ക് ഈ മൊബൈലിന്റെ ഉപയോഗം മാറിയിരിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് കൊച്ചുകുട്ടികൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ബോധ്യമാവുകയില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന രക്ഷിതാക്കളോടാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വ്യത്യസ്തമായ ലോകത്തേക്കാണ് അവരെ മൊബൈൽ ഫോണുകൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നുള്ളത് കൊണ്ട് കുറെയെല്ലാം നമ്മളാണ് അതിനെ നിയന്ത്രിക്കേണ്ടത്. ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ ഉള്ള ഒരു ഉപകരണമായി മാത്രം മൊബൈലിനെ കാണുക. ആ മൊബൈൽ ഫോണിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് മക്കളെ ബോധവാന്മാരാക്കുക. എന്നിരുന്നാലും നല്ല പ്രതീക്ഷയോടുകൂടി, നല്ല ഐശ്വര്യത്തിന്റെയും അതുപോലെ തന്നെ സന്തോഷത്തിന്റെയും ഈ നിമിഷത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടും, ഈ പ്രവേശനോത്സവത്തിൽ പങ്കെടുത്ത് ഇവിടെ എത്തിയിരിക്കുന്ന രക്ഷിതാക്കളോട്, പുതിയ കൂട്ടുകാരോട്, എല്ലാവരോടും എല്ലാവിധ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നിങ്ങൾ പഠിച്ച് മിടുക്കന്മാരാവുക, ഈ നാടിന്റെ ഏറ്റവും വലിയ സ്വത്തായി മാറുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ പ്രവേശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഏവരുടെയും അനുവാദത്തോടുകൂടി മറ്റൊരു വിദ്യാലയത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇറങ്ങുകയാണ്. അനുവാദം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് എവരിബഡി. എനർജി റീഓപ്പൺ ഫസ്റ്റ് ഡേ. ഗുഡ് മോർണിംഗ്. എനർജി കുറച്ച് വരുന്നുണ്ട്. അതിനേക്കാൾ ഉപരി എനിക്ക് നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. ഈ പ്രവേശനോത്സവത്തിൽ ഭാഗമാകാൻ ഈ സ്കൂൾ കുടുംബത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിലും അതുപോലെ എൻ്റെ സ്റ്റേഷനിലുള്ളവരും അതിനേക്കാൾ ഉപരി പ്രിൻസിപ്പൽ മാഡം, ടീച്ചേഴ്സ്, പാരൻസ് എല്ലാവർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. ഈ കുഞ്ഞു മക്കളെ കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നത് ഈ ഒരു പ്രായം കടന്നാണ് ഞങ്ങളെല്ലാവരും സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്. ആ സമയങ്ങളിൽ പക്ഷേ ജൂൺ 1 സ്കൂൾ തുറക്കുമ്പോൾ നല്ല പെരുമഴയായിരിക്കും. പക്ഷേ ഇന്ന് അതിന് വിപരീതമായിട്ട് നല്ല വെയിലാണ്. കാലങ്ങൾ മാറുന്തോറും എല്ലാ ചേഞ്ചസ് ഒരുപാട് വരും. പഴയ കാലത്ത് നിന്ന് പുതിയ കാലത്തേക്കുള്ള ഒരു ചേഞ്ചസ് ആയിരിക്കാം അല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ആദ്യ ദിനം മക്കൾ കുറേ സമയമായി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതുപോലെ തന്നെയാണ് ഈ പ്രവേശനോത്സവത്തിൽ വളരെയധികം നല്ലൊരു ബാൻഡ്
സെറ്റ്, വെൽക്കം ഡാൻസ് ഇതെല്ലാം അവതരിപ്പിച്ച കുട്ടികൾക്ക് വളരെ മനോഹരമായിരുന്നു. അതിന് പ്രത്യേകം ഒരു ആശംസ ഞാൻ അറിയിക്കുന്നു. അതുപോലെ പ്രധാനമായി സൈബർ സുരക്ഷയുടെ ഒരു പ്ലഡ്ജിന് വേണ്ടിയിട്ടാണ്. അതായത് മക്കളെ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് മൊബൈൽ ഫോൺ, അതുപോലെ ഇൻ്റർനെറ്റ്. എല്ലാവർക്കും പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്കായിരിക്കും വലിയവരെക്കാളും കൂടുതലായിട്ടും അവർ യൂസ് ചെയ്യുന്നതും അവർക്കാണ് ഇതിലേക്കുള്ള അറിവ് കൂടുതൽ. അവർക്ക് പുതിയൊരു സാധനം അത് എങ്ങനെയെല്ലാം അതിനെ ഡെവലപ്പ് ചെയ്യാം, അതിന് എന്തെല്ലാം അതിൻ്റെ സാധനങ്ങൾ, അതിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ചെയ്യുന്നത് കുഞ്ഞുമക്കളാണ് വലിയവരെക്കാളും അത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതും അതിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയെല്ലാം സെർച്ച് ചെയ്ത് എടുക്കാം എന്നതിനാണ്. പക്ഷെ ഈ ഒരു വിരൽത്തുമ്പിൽ കിട്ടുന്ന അറിവ് ഒരു മനുഷ്യൻ്റെ ജീവൻ വരെ അപകടത്തിലാക്കും. അപ്പോൾ ആ ഇൻ്റർനെറ്റ് എങ്ങനെയെല്ലാം നമ്മൾ യൂസ് ചെയ്യാം, അതിനെന്തെല്ലാം ആപത്തും വിപത്തുമുണ്ട്, അതിനേക്കുള്ള ഉപരി അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അത് ഫലപ്രദമായി യൂസ് ചെയ്യാം എന്നതിനുള്ള ഒരു ചെറിയ ഒരു പ്രതിജ്ഞയാണ് ഞാൻ ഇവിടെ പ്രിൻസിപ്പൽ മാഡത്തിന് ഒരു പ്രൊമോഷൻ നൽകുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രതിജ്ഞ ചൊല്ലാം. മാഡം, പ്രിൻസിപ്പൽ മാഡത്തിന് ക്ഷണിക്കുന്നു. റൈറ്റ് ഹാൻഡ് നീട്ടിപ്പിടിച്ച് ചെല്ലണം. ഇൻ്റർനെറ്റ് സുരക്ഷിതമായും ശരിയായ രീതിയിലും ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ പാസ്വേഡുകളും OTPകളും വ്യക്തിഗത വിവരങ്ങളും മറ്റാരുമായും പങ്കുവയ്ക്കാതെ സൂക്ഷിക്കും. ഓൺലൈനിൽ വരുന്ന ലിങ്കുകൾ, സന്ദേശങ്ങൾ, ഫയലുകൾ എന്നിവ തുറക്കുന്നതിനും പങ്കുവയ്ക്കുന്നതിനും മുൻപ് ഞാൻ ശ്രദ്ധയോടെ ചിന്തിക്കും. സൈബർ ബുള്ളിയിങ്, വ്യാജ വാർത്തകൾ, മോശം ഉള്ളടക്കങ്ങൾ എന്നിവയെ ഞാൻ നിരുത്സാഹപ്പെടുത്തും. സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും മറ്റുള്ളവരെ ഞാൻ മാനിക്കുകയും സൈബർ നിയമങ്ങൾ പാലിക്കുകയും ചെയ്യും. സംശയാസ്പദമായ ഓൺലൈൻ പ്രവർത്തനങ്ങൾ ഞാൻ മാതാപിതാക്കളെയോ അധ്യാപകരെയോ പോലീസിനെയോ അറിയിക്കും എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. വർഗീസ്, റവറൽ സിസ്റ്റർ ആൽഫിൻ ജോസ്, അതുപോലെ തന്നെ ഇന്ന് ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിന് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ ASI ജിജ മാഡം, ആദരണീയനായ നമ്മുടെ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പ്രസാദ്, നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ എൻ്റെ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നീണ്ട വേനൽ അവധിക്ക് ശേഷം ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്ന ഈ മനോഹരമായ ദിനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെയും അതുപോലെ തന്നെ ഇന്നു മുതൽ ഈ വിദ്യാലയത്തിലേക്ക് വരുന്ന കുഞ്ഞു മക്കളെയും ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, നന്നായി പഠിക്കുന്നതിനോടൊപ്പം നല്ല കൂട്ടുകാരെ നേടാനും ഒരുമിച്ച് കളിക്കുവാനും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാനും ഈ സ്കൂൾ കാലഘട്ടം നിങ്ങൾ നന്നായി ഉപയോഗിക്കണം.
പരാജയത്തെ ഭയപ്പെടാതെ എപ്പോഴും സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. സ്നേഹം നിറഞ്ഞ അധ്യാപകരോടും രക്ഷിതാക്കളോടും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുവാൻ നമുക്ക് എപ്പോഴും ഒരുമിച്ച് നിൽക്കാം എന്നാണ്. കുട്ടികളുടെ പഠന കാര്യങ്ങളിലും അവരുടെ സ്വഭാവ രൂപീകരണത്തിലും നമ്മുടെ കരുതലും പിന്തുണയും എപ്പോഴും ഉണ്ടാവണം. ഈ പുതിയ അധ്യയന വർഷം നമ്മുടെ സ്കൂളിലും എല്ലാ വിദ്യാർത്ഥികൾക്കും വലിയ വിജയങ്ങളുടെയും സന്തോഷത്തിൻ്റെയും വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രവേശനോത്സവ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. Respected Vadakanjiri Grama Panchayat President Sri Prasad Sir, Assistant Sub Inspector Jija from Vadakanjiri Police Station, PTA President Sri Balakrishnan Sir, Mother Superior Reverend Sister Denjida, Headmistress Reverend Sister Rosmin Varghese, Sisters, Parents, beloved teachers and my dear friends. Today, as we step through these school gates once again, I feel a rush of excitement. The same excitement I see on every face around me. A new academic year has begun. A fresh chapter, a clean page, and a beautiful opportunity to write something truly wonderful. First and foremost, I want to wish every single one of you a very happy and successful new academic year. May this year brings you new knowledge, new achievements, new friendships, and countless beautiful memories. Just like a blank notebook waiting to be filled, this year holds infinite possibilities, and all of them belong to us. Friends, we are truly fortunate to be here. Education is the most powerful gift we can give ourselves. It is the key that opens every door, every dream, every career, every bright future. Our teachers work tirelessly to make sure we grow not just as students, but as thinkers, problem solvers, and good human beings. Let us never take that privilege lightly. And so, my friends, as we begin this new journey together, I believe it is time we make some promises to ourselves, not just in our hearts, but out loud with conviction.
This year is going to be exciting. There will be new chapters to explore, new experiments to try, sports days, cultural programs, exams to conquer, and friendships to cherish. Some days will be easy, some will be challenging. But remember, it is in the difficult days that we grow the most. Let's face every day with a smile, a spirit of curiosity, and heart full of courage. Thank you. From the book of Proverbs, chapter 3, verses 5 and 6. Good morning, everyone, and welcome back to school. It's wonderful to see all of you again and to be back in our learning community. We are especially grateful to be celebrating this reopening day, a testament to the resilience and dedication of our students, teachers, non-teaching staff, and parents. Let's take a moment to acknowledge the hard work and commitment that went into ensuring a safe and welcoming learning environment. First of all, I would like to extend our heartfelt thanks to Sri Prasad Sir, Grama Panchayat President, for inaugurating the program. Thank you, sir. I extend gratitude to ASI Jija, Vadakancheri Police Station for her presence on this special occasion. Next, I would like to extend our gratitude to PTA President Sri Balakrishnan Sir. Your esteemed presence on this beautiful day is appreciated. Thank you, sir.
Next, I would like to thank our beloved headmistress, Reverend Sister Rosemary Burgess, who inspires us to achieve our best and serves as a pillar of strength. And I would like to thank Mother Superior, Reverend Sister Renjita, Sister Andrews, sisters, teachers, parents, non-teaching staff for your unwavering support and encouragement. Children, you cannot achieve excellence without your help. Thank you so much. Finally, I want to express my heartfelt appreciation to the talented students of Cherus from English Medium UP School. You are the source of our joy, hope and strength. And we embark on a new academic year. I wish you the very best. Remember, your teachers are always here to support you every step of the way. Thank you, dear students. Once again, thanks to each other.